ഞങ്ങള് ഓഫീസിലേക്ക് പോലൊരു തിരക്കിലാണ്. അറിയാലോ, ഞാൻ അങ്ങോട്ട് വരാ, കാര്യം അങ്ങോട്ട് പറയാ. പെട്ടെന്ന് അങ്ങോട്ട് പിന്നെന്താ കല്യാണം പറയാന്ന് പറഞ്ഞ അത് അതിന്റെ ചിത്രവട്ടത്തോടു കൂടെ അങ്ങോട്ട് പറഞ്ഞില്ലെങ്കിൽ സ്റ്റെപ്പ് കയറുമ്പോ മാത്രമേ അമ്മാമിന് ചെറിയൊരു ബുദ്ധിമുട്ട് മുട്ടുകാലില്. കുഴപ്പമൊന്നുമില്ല, വേറെ കുഴപ്പമൊന്നുമില്ല. നീ ഇങ്ങോട്ട് ഇരിക്കണ അന്യ വീടൊന്നും അല്ലാതെ ഇവിടെ ഇരിക്കും. ഭാസ്കരന്റെ വീടാ. എന്താ ഇരിക്ക്, നിങ്ങൾ ഇരിക്കും. എന്തിനാടാ നീ ഈ കങ്കാരുവിന്റെ ഈ ഭാരം ഏറ്റി നിക്കണത്? ഇരിക്കണ ഇവിടെ വയ്ക്കാത്. എവിടെ ഞാൻ ഇപ്പൊ ഇരിക്കണത്? എന്റെ ഭാസ്കരന്റെ വീട്ടിലാണ് ഞാൻ ഇരിക്കണം. ഇത്ര കാലായി ഇവിടെ വന്നിട്ട്. കാര്യങ്ങളിലേക്ക് കടക്കാലോ. സംഭവം ഞാനിപ്പോ അവിടെ നിന്ന് ഒരു 6 മണിക്ക് പുറപ്പെട്ട ഒരാളാ. അവിടുന്ന് ബോട്ട് കയറി, അത് കഴിഞ്ഞ് പിന്നെ ബസ് പിടിച്ച്. ബോട്ടിന്റെ കാര്യം പറയാനുണ്ടോ? അവിടെ ആ മറ്റേ കാർത്തിയായനി ബോട്ട് ഉണ്ടല്ലോ, ഈ കാർത്തിയായനി ബോട്ട് അവിടെ ഏകദേശം ഒരു 6:15 വരണതാ. ഈ കാർത്തിയായനി ബോട്ട് വിശ്വൻചേട്ടൻ മേടിച്ചിട്ട് പേര് മാറ്റിയല്ല, അപ്പൊ ഇപ്പൊ നിമോഷാണത്. അപ്പൊ ഇവ വാങ്ങിയോ? അത് വിശ്വൻചേട്ടൻ വാങ്ങിയത്. മന്മതാ ഇപ്പൊ ഈ കാർത്തിയായനി ബോട്ട് നമ്മുടെ ഇവൻ വിശ്വൻ വാങ്ങിയത്രേ. വിശ്വൻ അറിയില്ലേ? പറയേ അറിയില്ല. എടാ വിശ്വൻ എന്ന് പറഞ്ഞ വിശ്വൻ ചെറിയച്ഛന്റെ മകളുടെ കല്യാണം കഴിച്ച ആളാണ് ഈ പറഞ്ഞ നമ്മുടെ അല്ല തെറ്റില്ലോ ഗോപാലന്റെ മകളെ കല്യാണം കഴിച്ച വിശ്വൻ. അല്ലടാ എന്നെയും തെറ്റിക്കുകയാണല്ലോ. വിശ്വൻ ഉണ്ടല്ലോ, വിശ്വൻ എന്ന് പറയുന്നത് ചെറിയച്ഛൻ ഗോപാലൻ ചെറിയച്ഛന്റെ മകളെ കല്യാണം കഴിച്ച ആളാ. അപ്പൊ അവൻ വാങ്ങി ബോട്ട് പാവം വാങ്ങി. എന്തായാലും ഇപ്പൊ ആര് വാങ്ങിയിട്ട് എന്താ കാര്യം? നേരത്തിനെത്തണ്ടേ? അമ്മാവനെ ഒന്ന് ഫോൺ വിളിച്ച് പറഞ്ഞ പോരെ കല്യാണ കാര്യം. ഞാനങ്ങ് എത്തില്ലേ അമ്മാവൻ? അമ്മാവൻ വന്നു, കല്യാണം പറഞ്ഞു, ഞങ്ങള് സ്വീകരിച്ചു. ഞങ്ങള് ശനി ഞായർ 2 ദിവസം ഉണ്ടല്ലോ, ഞങ്ങളങ്ങ് എത്തും. അതൊന്നും നടക്കില്ല. വെള്ളിയാഴ്ച എന്ന് പറഞ്ഞൊരു ദിവസം ഉണ്ടെങ്കിൽ വെള്ളിയാഴ്ച നിങ്ങൾ 2 ആളും അവിടെ ഉണ്ടാവണം. വെള്ളിയാഴ്ച മുതൽ ശനി ഞായറിലേക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് തീരുമാനിക്കണത് നീയാ. നീ തീരുമാനിക്കണത് ഭാസ്കരൻ തീരുമാനിക്കണ മാതിരി എനിക്ക് അവനും കൂടി ഇവിടെ ഉണ്ടായിരുന്നു. അവനും കൂടി ഇവിടെ ഉണ്ടായിരുന്നു. അമ്മ അതൊക്കെ പോട്ടെ. അതെ, കുടിക്കാൻ ചായയോ കാപ്പി എന്തെങ്കിലും വേണ്ട, മധുരടണ്ട. ഇവിടെ വന്നിട്ടേ ഞാൻ എന്തെങ്കിലും ഒന്ന് കഴിച്ചില്ല എന്ന് കണ്ട അത് ഭാസ്കരനൊരു പ്രയാസം. ആവശ്യമില്ലാത്ത ഒരു വിഷയം ഇട്ട് കൊടുക്കരുത്, അതുമ്മേ പിടിച്ച് കേറൂന്ന്. എന്താ മോള് പറഞ്ഞേ? അല്ല, ചായയുടെ കൂടെ കടിക്കാൻ എന്തെങ്കിലും എടുക്കണോന്ന് ചോദിക്കായിരുന്നു. ഉണ്ടെങ്കിൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. ഉണ്ടെങ്കിൽ എടുത്തോ. ഭാഗ്യം ഇവിടെ ഒന്നും ഇല്ല. ഒന്നാമത് ഞാൻ അങ്ങനെയൊന്നും ഈ പുറത്തുനിന്നുള്ള ഒരു തരം പലഹാരവും കഴിക്കാറില്ല. എങ്ങനെ ഇപ്പൊ കഴിക്കുക? ഈ ബേക്കറി സാധനങ്ങൾ എന്ന് പറഞ്ഞ സകല അസുഖങ്ങളും ഉണ്ടാക്കും. ഇപ്പൊ ഈ എണ്ണ പലഹാരങ്ങൾ എണ്ണയൊന്നും അല്ലാത്ര ഇപ്പോഴേ ഇപ്പൊ വറക്കണതൊക്കെ വേറെ എന്തോ സാധനത്തിലേക്കാന്നാ പറയണത്. ക്രൂഡ് ഓയിലോ എന്തൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ ആൾക്കാർ. അതുകൊണ്ടൊക്കെയാണ് ഇപ്പൊ പലഹാരം ഉണ്ടാക്കണത്. അതെ, ഒരു നിമിഷം. ഓഫീസിൽ ബിജുലാലെ ഇറങ്ങി നിൽക്കുക വരാനായിട്ട് ഓഫീസിലേക്ക്. അല്ല, അപ്പോഴേക്ക് നമ്മുടെ ഒരു അമ്മാവനല്ല, നമ്മുടെ വേണ്ടപ്പെട്ട ഒരു അമ്മാവൻ കല്യാണം വിളിക്കാനായിട്ട് വന്നേ. കല്യാണം വിളിച്ചു കഴിഞ്ഞു. ഞങ്ങൾ ഒരുമിച്ച് ഇപ്പം അങ്ങോട്ട് ഇറങ്ങും. ഒരുമിച്ച് ഇറങ്ങുവാണ്. അവരും ഇറങ്ങി, ഞങ്ങളും ഇറങ്ങി. ദേ വരുന്നു. ഓക്കെ. ഓഫീസിൽ കൂടെ സഹപ്രവർത്തനാണ്. അപ്പൊ അവര് ഓഫീസിൽ എത്ര പേരുണ്ട്? 8-10 പേരുണ്ട്. അവരെ വിളിക്കണ്ടേ? അതൊന്നും വേണ്ട. അത് പറ്റില്ല. ഓഫീസിലുള്ള 8 പേരെയും അമ്മാവൻ കല്യാണത്തിന് ക്ഷണിച്ചു തന്നെ പറയണം. അവരെങ്ങാനും നിന്നോട് ചോദിക്കാണ് അമ്മാവന്റെ വീട്ടിൽ കല്യാണം ഉണ്ടായിട്ടല്ല ഞങ്ങളോട് പറയാതെന്നൊരു ചോദ്യം ചോദിച്ചാൽ അതിന്റെ മാനക്കേടും നാണക്കേടും ആർക്കാ? എനിക്കും ഭാസ്കരനെ, അല്ലാതെ നിങ്ങൾക്ക് ആർക്കും അല്ല. മനസ്സിലാവുണ്ടോ? അപ്പോ
നമ്മളെന്താ പറഞ്ഞു ആ കല്യാണം എന്നാ പിന്നെ ആ ഓഫീസിലുള്ളവർക്കും കൂടി അവരോട് പറയണട്ടോ. ഇതൊരു കാർഡ് മതി, ഞാൻ അവരെല്ലാവരും കൊടുത്തു. ആ കാർഡ് നീ നോക്കിയോ? ആ കാർഡ് അടിച്ചാരറിയോ? ആരടിച്ചതാരോ? എഴുതിയതാരോ? ആരായാലും കുമാരഭാഷ എഴുതിയ കുമാരഭാഷ അറിയാം. കുമാരഭാഷ ആരാ കുമാരഭാഷ പറയും? ഇംഗ്ലീഷ് ഭാഷ, ഇംഗ്ലീഷ് ഭാഷ, മലയാളം ഭാഷ കുമാരഭാഷ. അവ കല്യാണം പറയട്ടെ. അപ്പോ ജനുവരി മാസം എന്താ ജനുവരി മാസം തെരഞ്ഞെടുക്കാനുള്ള കാരണം? വീണതല്ല, ഞാൻ വെച്ചതാണ്. ഞാൻ പറഞ്ഞില്ലടാ, അതവിടെ വെക്കാൻ മുമ്പല്ലേ പറഞ്ഞില്ലേ, തോള് കടയില്ലേ. ജനുവരി മാസം വെക്കാൻ ഒരു കാര്യം പോലെ എന്താ വെച്ചാൽ ജനുവരി ഒരു ഓർമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ കണ്ടോ നിങ്ങള്? കണ്ടോ? ആരാതിലത്തെ നായകൻ ആരാ പറയും? ആരാതിലത്തെ നായകൻ പറയും? ഞാൻ കണ്ടില്ല, കാണാൻ പോയപ്പോ അപ്പൊ ഈ ജനുവരി ഒരു ഓർമ്മ എന്നുള്ള സിനിമ കാണാൻ ഞാൻ ഇരിക്കുമ്പോ എന്റെ പുറകിൽ ഒരു കാല് വന്നിട്ട് ചവിട്ടാ. ആരാടാന്ന് ഞാൻ ചോദിച്ചപ്പോ എന്റെ അച്ഛൻ ഭാസ്കരനാ. ഒരടി, ഞങ്ങൾ തമ്മിൽ ചെറിയൊരു തർക്കം, ഒരടി. ആ അടിക്ക് ശേഷം ഞങ്ങളുടെ ഈ ബന്ധം ഇത്രയും കാലം ഇങ്ങനെ തുടർന്നു പോയത്. ഭാസ്കരൻ കൂടി ഉണ്ടായിരുന്നു. അതെ, കല്യാണം വിളിച്ചു, ഞങ്ങളെ സ്വീകരിച്ചു, നമുക്ക് ഇറങ്ങാൻ. ഞാൻ ചായ ബാക്കിയിരിക്കുന്നുണ്ട്, അത് കുടിക്കട്ടെ. ഒരു സാധനം ഇവിടുന്ന് തന്നിട്ട് അത് പൂർത്തീകരിക്കണം. നമുക്ക് ഈ കല്യാണം വിളിച്ചു ഓഫീസിലൊക്കെ പോയി കല്യാണം ഇറങ്ങാല്ലേ? അല്ല, കപ്പങ്ങകത്ത് വെച്ച് പൂട്ടിക്കോ. അതെ, അപ്പൊ വന്നിട്ടല്ലേ അവരല്ലേ കേൾക്കണ്ട, അല്ലാതെ നമ്മള് തമ്മിൽ പറഞ്ഞതല്ലേ. പോയിട്ട് എനിക്ക് ഓഫീസിലുള്ളവരെ കല്യാണം വിളിക്കണേ, എല്ലാരും കൂടെ നമുക്ക് ഇറങ്ങാം. അപ്പൊ ഞങ്ങളുടെ ഇറങ്ങാം. രണ്ടാൾക്കില്ലേ ഹെൽമെറ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാ എന്താ ഹെൽമെറ്റ് വേണം? അതെ അതെ, നിങ്ങൾ ഇങ്ങനെ കല്യാണം വിളിക്കണമെങ്കിൽ ഒരു 5-6 മാസം മുമ്പേ തുടങ്ങാറുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് അവരോട് 5-6 മാസം മുമ്പേ തുടങ്ങണം. പിന്നെ 6 മാസം എന്താണ് പഞ്ചിങ് ആയതുകൊണ്ടേ. ആ പഞ്ചിങ്ങിന് കൊടുക്കണ്ടോ? എന്തിന്റെ എന്താ സാധനം? അല്ലാതെ ഓഫീസിൽ പഞ്ചിങ് ആണ് ഇപ്പൊ. അത് പഞ്ചിങ്ങിന് പറ്റിയ ഏറ്റവും നല്ല ആളാരാച്ചുണ്ടോ പഞ്ചിങ്ങിന്? നിങ്ങൾ രണ്ടുപേരും അകത്ത് കയറിയിരിക്കും. ഞങ്ങൾ ഞങ്ങൾക്ക് എത്ര സ്ഥലം വിളിക്കാനുള്ളതെന്നറിയോ? എവിടെന്നാ വാങ്ങിയത് ഈ ടീപ്പോയി? അത് എപ്പോഴോ മേടിച്ചതാ. എടാ ടീപ്പോയി പറഞ്ഞ അവിടെ മേടിക്കണം എന്ന് പറഞ്ഞില്ലേ? അവിടെ 2 ചയറ് പറഞ്ഞ് കിടക്കില്ല, കല്യാണല്ലേ. അപ്പൊ അവര് അങ്ങനെ യാത്ര അല്ലേ? അപ്പൊ നിങ്ങള് പോവല്ലേ? അവരും പോയി അല്ലേ? എന്താ നമ്മളുടെ സമയം ഇനി കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അവരാ ഇറങ്ങി പോയത്. കണ്ടോ? അങ്ങനെയാ വേണ്ടത് ചെറുപ്പക്കാരെ.